കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുള്ള പുനലൂരിലെ ഇപ്പോൾ ഞാനൊരു വീട്ടുമുറ്റത്താണ്. ഇവിടെ ഇപ്പോൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം, ഇതിപ്പോൾ ചൂടായി തുടങ്ങി, അല്പസമയത്തിനകം നമുക്ക് ഇതിൽ കുക്ക് ചെയ്ത് നോക്കാം എത്രമാത്രമാണ് ഹീറ്റ് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. പുനലൂർ ഭരണിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ദേവകി ഭവനം, അവിടുത്തെ നമ്മുടെ വിനീതയും മക്കളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് എത്ര സമയമായി വെച്ചിട്ട്? 2 മണിക്കൂർ. 2 മണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ട ഒഴിച്ച് നോക്കാൻ പോവുക. നോക്കാം, പൊട്ടിച്ചോ. ഏതാണ്ടിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഒരു മതിലിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്, വെയിൽ നല്ലപോലെ കിട്ടാൻ. ഇതിപ്പോൾ അതിൻ്റെ ചെറിയത് കാണിച്ചു തരാം. പ്ലേറ്റിൽ പിടിക്കുന്ന ചിലപ്പോൾ നല്ല ചൂടുണ്ട്, കണ്ടോ? ഇത്രത്തോളം ആയിട്ടുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ അത് വേവുമെന്നാണ് ഒരു പ്രതീക്ഷ. ചൂടുണ്ട്. കത്തുന്ന വെയിലിൽ 11 മണിയോടെ പുനലൂര് മുട്ടയും ഇങ്ങനെ വെന്തു തുടങ്ങും. പുറത്തിറങ്ങിയാൽ സൂര്യാഘാതമേൽക്കുമെന്ന് ആശങ്കയും. ഇപ്പോൾ അരമണിക്കൂറിൽ വെന്തതാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപക്ഷെ അടുപ്പിൽ വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളഭാഗം കാണാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ വെയിലത്ത് ഇങ്ങനെ വാട്ടിയ ഇതിലാണ് ഇപ്പോൾ ഈ മുട്ട കാണുന്നത്. ഇവിടെ പുനലൂരിലെ ചൂട് എങ്ങനെ? അതിഭയങ്കര, സഹിക്കാൻ പറ്റില്ല. പകൽ സമയത്താണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ചെരുപ്പില്ലാതെ തറയിലൊന്നും തൊടാൻ പറ്റില്ല. അങ്ങനൊരു അവസ്ഥയാണ്. രാത്രി കാലങ്ങളിൽ പിന്നെ കിടക്കണ്ട, അതുപോലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത്. ആരും ഉറങ്ങാറില്ല, എഴുന്നേറ്റ് കുത്തിയിരുന്ന് തിന്നലും വരാന്തലുമായിട്ട് കഴിച്ചു വിട്ടേ നിവർത്തിയുള്ളൂ. രാത്രി ഇതേ ചൂട്. ഈ പകൽ കൊള്ളുന്ന ചൂടെല്ലാം മേൽക്കുരയിൽ നിന്ന് താഴോട്ട് ഫാനിടുമ്പോൾ ആ ചൂട് കാറ്റാണ് മുറിക്കുള്ളിലൊക്കെ. പുനലൂര് ചൂട് ഇപ്പോൾ അടുപ്പ് വിറക് കത്തിച്ച് ചോറ് വെക്കുന്നതിനെക്കാട്ടി ഇപ്പോൾ വെളിയിലൊക്കെ ദോശക്കല്ലൊക്കെ കൊണ്ടുവച്ചോ അടുപ്പ് കൂട്ടി ചോറ് വെക്കുകയൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ നല്ല ചൂടാണ് പുനലൂര്. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത, അതുപോലെ കിണറ്റുകളിലും എല്ലാ കിണറുകളിലും വെള്ളം എല്ലാം പറ്റി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ മഴക്കാലാവുന്നതിന് മുമ്പ് പഴയ ചൂട്. എല്ലാ മുനിസിപ്പാലിറ്റികളിലും വെള്ളങ്ങൾ, ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂട് അത്രയും അസഹനീയമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ജലനിരപ്പ് താഴുന്നുണ്ട് എല്ലായിടത്തും. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇത്. ഭരണിക്കാവിനെ സംബന്ധിച്ചിടത്തോളം രാത്രി കാലങ്ങളിൽ 4 മണി കഴിഞ്ഞാൽ ചൂട് കാരണം കിടക്കാൻ ഒക്കാത്ത സാഹചര്യമാണുള്ളത്. ഫാനിട്ടാൽ പോലും നമുക്ക് യാതൊരു നിവൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിലാണ്. ചുട്ടുപൊള്ളുന്ന ചൂടാണ്. വിറകില്ലെങ്കിലും ഗ്യാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ വെളിയിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. വിറവില്ലെങ്കിലും അല്ല തന്നെ വെളിയിൽ വെച്ചിരുന്നാലും ശരി തന്നെ അത് പാചകം ചെയ്യത്തക്ക രീതിയിലുള്ള ചൂടാണ് ഇതിനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലായിടത്തെ സ്ഥിതിയും ഇതാണെന്നാണ് തോന്നുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുനലൂർ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ചൂട് പുനലൂരാണ്. വിദേശ രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് അവരൊക്കെ ഇങ്ങോട്ട് വരും ആ ചൂട് ആസ്വദിക്കാൻ. പക്ഷേ ഈ ചൂടത്ത് ജീവിക്കുന്ന നമ്മുടെ കേരളീയർ, പ്രത്യേകിച്ച് പുനലൂരിലുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്കയിലാണ്. പുനലൂരിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.